വെൽക്കം ബാക്ക് ടു മീ ചാനൽ. അസ്സലാമലൈക്കും. റുബി ഹിബ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് എൻ്റെ റുബി താത്താൻ്റെ ഒരു ഫാമിലി സ്റ്റോറിയാണ് എന്ന് നമുക്ക് പറഞ്ഞാലോ. റുബി താത്തൻ്റെ ആദ്യം പറയട്ടെ, എന്നിട്ട് എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞ് സ്റ്റോറിയാണ്, പക്ഷെ റുബി താത്തൻ്റെ ഒരു വലുത് വലിയ സ്റ്റോറി. ഞാൻ എന്താ പറയാൻ പോകുന്നത് വെച്ചാല്, എനിക്ക് എപ്പോഴും ഇങ്ങനെ വേദന മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ എപ്പോഴും എല്ല് പൊട്ടുന്ന അസുഖമായതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാണ്. ഇപ്പം നോക്കാണ്ടെന്ന് വിചാരിക്കരുത് കേട്ടോ കൈസ്. ഇപ്പം അപ്പോഴൊക്കെ ദുബായിലായിരുന്നു കൈസ്. ദുബായിലായിരുന്ന സമയത്തൊക്കെ ഇവിടെ ഇങ്ങനെ ഉമ്മാനെ സഹായിക്കാൻ എന്താ ആശുപത്രിക്ക് കൊണ്ടുപോകുന്നു, എന്താ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ നിന്നിരുന്നത് മാമാൻ്റെ വീട്ടിലല്ല, എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടെ നിന്നിരുന്ന സമയത്ത് നോക്കിയിരുന്നത് എൻ്റെ ബഷീർ മാമിയും കുഞ്ഞാമാമയും വാപ്പ്മാമയും മുത്തുമാമയൊക്കെയാണ്. വാപ്പ്മാമ വേറെ വീട് മാറ്റിയിട്ട് അവിടെയായിരുന്നു കേട്ടോ താമസിക്കുന്നത്. എന്നിട്ട് ഞങ്ങളെ ഒരുപാട് മാമ സപ്പോർട്ട് ചെയ്തിട്ട് ആശുപത്രി കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ നിന്നത് കുഞ്ഞാപ്പാമയും ബഷീർ മാമയായിരുന്നു കേട്ടോ. എന്തൊരു കാര്യത്തിനും അവരില്ലാണ്ട് ഞങ്ങൾക്ക് പറ്റില്ലായിരുന്നു. എന്താ വെച്ചാൽ അത്രയും സപ്പോർട്ടാണ് എൻ്റെ ഉമ്മാക്ക്. അവരിനെ കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആര്. കാരണം എന്താ വെച്ചാൽ അവരത്രയും സപ്പോർട്ടാണ്. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ നോക്കിയിട്ടുള്ളത് എൻ്റെ കുഞ്ഞാൾ മുത്തമ്മ കേട്ടോ. കുഞ്ഞാൾ മുത്തമ്മ ചെറുപ്പത്തിൽ നല്ല നോക്കിയിട്ടുണ്ട്. എൻ്റെ ഉമ്മ നോക്കണേനെക്കാട്ടിൽ നോക്കിയാണ് എൻ്റെ കുഞ്ഞാൾ മുത്തമ്മയാണ്. എനിക്കെന്ത് വേദന വന്നാലും ഒക്കെ മുത്തമ്മ എന്താ കേട്ടോ വെച്ചാൽ, വേദനയ്ക്ക് ഒരു ചെറിയൊരു ഇതില്ലമ്മ, അത് എന്തോ ഒരു മരുന്ന് പോലത്തെ അത് വായിലാക്കി തരും, അപ്പോൾ വേദന മാറും കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ നിൽക്കാൻ പോകാൻ ആഗ്രഹം പറയാൻ കുഞ്ഞാൾ മുത്തുമ്മേൻ്റെ വീട്ടിൽ പോകുമ്പോൾ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അത്ര ഇഷ്ടമാണ് ഗൈസ്. പിന്നെ മുത്തുമാമ വെച്ചാൽ മുത്തുമാമയും കുഞ്ഞു മുത്തമ്മയും അവരും നല്ല നോക്കിയിട്ടുണ്ട്. എൻ്റെ ഇവൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ ഉത്കൃതിയാണ് ഗൈസ്. ഇവനെ കാട്ടിയിട്ടും ഇവ എന്താ വെച്ചാൽ എന്നെ സ്നേഹം പോയി ഗൈസ്. ഇവളുണ്ടായപ്പോൾ ഇപ്പാക്ക് ഓളിനെന്നെ ഇഷ്ടം. ചെറുപ്പത്തിൽ ഇപ്പാക്കിന് എന്നെ നോക്കാൻ എനിക്ക് എന്ത് പണി വാങ്ങിത്തരും, പക്ഷേ എന്നെ വാങ്ങി തന്നിട്ടില്ല നല്ല ഗൈസ്. പക്ഷെ ഇവളിനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്നു മീനിനെക്കാട്ടിലും ഇഷ്ടം എന്നായിരുന്നു ഗൈസ് ഇവിടില്ലായിരുന്ന സമയത്ത്. അപ്പല്ലേ അപ്പോൾ ഇവനെ കാട്ടിയിട്ടും അവനൊക്കെ ചെയ്തിട്ട് അപ്പം ഇവനെ നാട് കടത്തി ഗൈസ്. നാട് കടത്തിയിട്ട് മുത്തുമാമനെ കെട്ടിക്കാക്കി. അപ്പം മുത്തുമാമയും കുഞ്ഞുമുത്തമ്മ നല്ല നോക്കിയിരുന്നു, നല്ല നോക്കിയിരുന്നല്ല. അപ്പം മൂത്തമ്മ പറഞ്ഞേ ഞാൻ നോക്കിക്കോളാം, കുറച്ച് വലുതാവിടെ വരെ. അപ്പം നട്ട് ഇങ്ങടെ ആക്കുക ചെയ്തിട്ടോ. പിന്നെ എൻ്റെ പിന്നെ തത്തമുത്തമ്മയുടെ വീട്ടിൽ നിന്നിട്ടുണ്ട്. തത്തമുത്തമ്മയും കുറേ നോക്കിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഞാൻ എല്ലാവരും മാറി മാറി നിൽക്കറിന് കൈ പോകാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. എല്ലാവരുടെ വീട്ടിൽ പോയി നിൽക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം എന്താ വെച്ചാൽ അപ്പം എല്ലാവരും ഒരുപാട് നോക്കിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഇഷ്ടം ഫാഫ്ന താത്താനേട്ടാ ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഫാഫ്ന താത്ത ചെറിയ കുട്ടിയാകുമ്പോൾ തൊട്ടിട്ട് അവിടെ നിന്നെന്ന് പറഞ്ഞല്ലേ ഗൈസ്. ഞാൻ എൻ്റെ തറവാട്ടിലെ നല്ലമ്മാൻ്റെ വീട്ടിൽ, നല്ലമ്മ നല്ലപ്പ പറഞ്ഞാൽ എൻ്റെ ഉമ്മാൻ്റെ ഇപ്പിയാണ് കേട്ടോ ഗൈസ്. അതെ, മുത്തുമ്മയും അല്ല നല്ലമ്മയും നല്ലപ്പി അങ്ങനെ പറഞ്ഞാൽ മുത്തുമ്മയും മുത്തുമ്പാപ്പിയും പറയുമ്പോൾ ഉപ്പാൻ്റെ കേട്ടോ ഗൈസ്. പക്ഷെ അവരൊന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല കേട്ടോ, അവരൊക്കെ മരിച്ചു ഗൈസ്. പക്ഷെ അവരെനിക്ക് എപ്പോഴും മിസ് ചെയ്യും. അപ്പം പിന്നെന്താ വെച്ചാൽ നല്ലമ്മയും നല്ലപ്പിയും ഉമ്മാക്കും നല്ലമ്മക്കും നല്ലപ്പാക്കും ഏറ്റവും സങ്കടം ഉണ്ടായിരുന്നു വെച്ചാൽ ഇന്നൊക്കെ കുറിച്ചിട്ടാണ് ഗൈസ്. കാരണം ഉമ്മാക്ക് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായാലോ പറഞ്ഞിട്ട് എനിക്ക് നല്ല സങ്കടമായിരുന്നു. ഒരു കൊണ്ടാവാത്തൊരു സ്ഥലങ്ങളുണ്ടായിരുന്നില്ല ഗൈസ്. എല്ലാ പള്ളികളിലും ഒരുപാട് ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വീട് പൊളിച്ചിട്ടും എങ്ങനെ വെച്ചാൽ ഓരോ ആൾക്കാർ പറഞ്ഞിരുന്നത് കൂടെ ഓരോ പള്ളികൾ നടത്തി. അപ്പോൾ പറഞ്ഞിരുന്നത് വീടിൻ്റെ പ്രശ്നമാണ് പറഞ്ഞിട്ട് എൻ്റെ നല്ലമ്മാൻ്റെ വീട്ടൊക്കെ പൊളിച്ചിട്ട് പകുതി മുക്കാലും പൊളിച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ മാമന്മാരങ്ങനെ ചെയ്തു ഗൈസ്. മാറും വിചാരിച്ചിട്ട്. പക്ഷെ ആരെങ്കിലും ചെയ്യുക ഗൈസ്. ഉമ്മാൻ്റെ വീട് ഇവിടെ കല്ലടിക്കോട്, എന്നിട്ട് ചെറുപ്പശ്ശേരിയിൽ അവരുടെ വീട് അപ്പൊ ചെറുപ്പശ്ശേരിയും ഇപ്പാന്റെ വീട് കല്ലിക്കോടാണ്. അതായിട്ട് പറയാൻ വന്ന് ഗൈസ്. തെറ്റി പോണ് ഗൈസ്. അപ്പം ഉമ്മാൻ്റെ വീട്ടിൽ കുറേ ഇങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ചെറുപ്പത്തിൽ അവിടെയൊക്കെ ചെയ്തിട്ട് കുറേ ഉസ്താദുമാരത്തൊക്കെ പറഞ്ഞപ്പോഴും അവരൊക്കെ പറഞ്ഞ വീടിൻ്റെ പ്രശ്നമാണ്.
അല്ലാതെ നമുക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര നോക്കിയിട്ടുണ്ടറിയ ഗൈസ്. അമ്മമാര് അതായിരിക്കും അല്ലേ അങ്ങനെ പറഞ്ഞിട്ട് അവരുടെ വീട് വിളിക്കും. അവരുടെ വീട് വെച്ചാലേ എൻ്റെ നല്ലമാരുടെ വീട്, നല്ലമായി നല്ലപ്പീൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് എനിക്ക് വേണ്ടിയിട്ട് അല്ലമ്മ അങ്ങനെ ചെയ്തിട്ടില്ലേ അമ്മ? എന്നിട്ട് കേക്ക് മുറിക്കണ്ടാവില്ലേ? ഓരോ എത്രങ്ങാനും പേരുണ്ടായിരുന്നത്. ഞങ്ങളൊരു വലിയ കൂട്ടുകുടുംബം വരെ അടിപൊളിയാണ്. അവിടെ പോയി എത്ര പേരുണ്ടായിരുന്നു? ഇത് കുറേ പേരുണ്ടായിരുന്നേ. അതൊക്കെ അവർക്ക് അവർക്കൊക്കെ പോകാൻ നല്ല ഇഷ്ടമാണ്. 100 പേരുണ്ടാവും അങ്ങനെയൊക്കെ. പിന്നെന്താ വെച്ചാല് എൻ്റെ പ്രശ്നം വേറെ ആര് നോക്കിയിട്ടുണ്ട് കാര്യം. എനിക്ക് ഇങ്ങനെയാണ്, ഞാൻ ഒരിക്കലും ശരിയാവില്ല എനിക്കും അറിയാം. പക്ഷെ അമ്മമാരുടെ വിശ്വാസം ഞാൻ ഒരിക്കലെങ്കിലും നടക്കും. അവർക്ക് ആഗ്രഹം ഉണ്ടാവും എനിക്ക് നടന്ന് കാണുന്നു. പക്ഷെ അവരിങ്ങനെ നടന്ന് കാണിച്ചെന്നല്ലാതെ പിന്നെ ഇപ്പൊ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടാവാ നടക്കും. നീ പ്രദക്ഷിണല്ലേ എന്താ പറ്റുന്ന എന്താ വെച്ചാല് എൻ്റെ കുടുംബത്തിൽ ഉപ്പാൻ്റെ കുടുംബത്തിൽ എന്നെപ്പോലെ ഒരു കുട്ടിയുണ്ട്. അതൊക്കെ അങ്ങനെ എന്താ ഇങ്ങനെ പാരമ്പര്യമായിട്ട് വരുന്നതെന്ന് പറയുന്നത് ഒക്കെ വെറുതെയാണ്. നമ്മുടെ കുടുംബത്തിൽ ഉപ്പാൻ്റെ കുടുംബത്തിന് മാത്രമേ ഉള്ളൂ, ഉമ്മാൻ്റെ കുടുംബത്തിലൊന്നും ഒന്നുമില്ല ഗൈസ്. എല്ലാവരും പറയണത് ഇങ്ങനെ എന്താ പാരമ്പര്യമായിരുന്നു അങ്ങനെയൊക്കെ ചോദിക്കും ഗൈസ്. ഞാൻ ചോദിച്ചു ഗൈസ് അതൊന്നുമില്ല കേട്ടോ. എന്താ പറയാ ഇങ്ങനെയൊക്കെ. ഹോസ്പിറ്റൽ കേസ് പറ. ഞാൻ ഹോസ്പിറ്റൽ കേസ് പറഞ്ഞുതരാം ഗൈസ്. എന്താ വെച്ചാൽ ഞാൻ 2013 അമ്മ അല്ല 2013 എൻ്റെ കൈയും കാലം ഇങ്ങനെ അറിഞ്ഞില്ല ഗൈസ്. ഞാൻ ഫോട്ടോ എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. ഞാനൊരു ഫോട്ടോ കൊടുക്കാൻ ഞാൻ എൻ്റെ മിന്നിനോട് പറയാം ഗൈസ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൈയും കാലൊക്കെ വളഞ്ഞിട്ടായിരുന്നു ഗൈസ്, ഒന്നിനും പറ്റാതെ. ഫോട്ടോൻ്റെ അടുത്തുണ്ട്. കാല് കൈക്ക് വളഞ്ഞിട്ടും കൈയിൻ്റെ ഉള്ളിൽ നിന്ന് മണം വന്നിട്ടും അങ്ങനെ ഒരുപാട് ഞാൻ ഇടങ്ങാറായിട്ടുണ്ട് ഗൈസ്. അപ്പം മാമ്മമാരൊക്കെ സഹായിച്ചിട്ടും പിന്നെ ഞങ്ങളൊരു വീഡിയോ എടുത്തിട്ടും എനിക്ക് കുറേ പൈസ കിട്ടി. അപ്പം അത് കൊണ്ടിട്ട് വെസ്റ്റ് ഫോർട്ട് പറഞ്ഞിട്ട് തൃശ്ശൂർ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഗൈസ്. നിങ്ങൾ ആരെയും എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് നടക്കാൻ പറ്റാത്ത എനിക്ക് എന്തെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ ഒരിക്കലും വെസ്റ്റ് ഫോർട്ടിൽ കൊണ്ടുപോകരുത് ഗൈസ്. ഞാൻ പറയാം ബാക്കി. പറയട്ടെ. അവിടെ കൊണ്ടുപോയപ്പോ എന്താന്നറിയണ്ടായി ഗൈസ്, ഞങ്ങളുടെ ഈ കാലിന്റെ മോഡല്ലേ ഒരു കമ്പിയല്ലമ്മ ഇത്ര പോകുന്നത് ഇത്ര പോകുന്നത് സ്ക്രൂ ഇട്ടില്ലല്ലോ, സ്ക്രൂ ഇട്ടിന്നോ? ഞങ്ങള് 2 കാലും ഇങ്ങനെ ആക്കിയിട്ട് ഇത് തന്നെ എന്താ ഇങ്ങനെ കുത്തി ഇറക്കിയിട്ട് ഇങ്ങനെ കുത്തി ഇറക്കിയിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഇവിടെ 2 സ്ക്രൂ ഓർമ്മയുണ്ട്. ഞാൻ ചെറിയ കുട്ടി, ഞാൻ കേട്ടിട്ടോ ആയി. അപ്പോ ഇങ്ങനെ തൂക്കിട്ട് 2 കാലിലും ഒരേ കമ്പിട്ടോ ഗൈസ്. എന്റെ കാര്യം മണല് കെട്ടി തൂക്കിയിട്ട് പോർന്നതാ ഗൈസ്. ഇതുണ്ട് ഗൈസ് എന്റെ കണ്ടോ, എന്റെ ഉണ്ട് കണ്ടോ. ഇത് എത്ര ഇങ്ങനെ വെച്ചാലും നേരെ ഗൈസിന്റെ കാല് അതെന്താന്നറിയോ, കാല് നീളം വെക്കാൻ അത്ര അല്ലേ, കാല് വളഞ്ഞത് നീളം വെക്കാനാണ്. ഒന്നും ഉണ്ടായില്ല അല്ലേ. പറഞ്ഞ് എന്താ കുമ്പളങ്ങന്റെ ഉള്ളിൽ കോലിട്ട് കുത്തിയ പോലെ എത്ര പൈസ അതിന്റെ കുഞ്ഞമ്മ എടുക്കട്ടെ. ഉമ്മാക്കും കുഞ്ഞമ്മക്കും സഹിക്കാൻ പറ്റണ്ടായി ഗൈസ്. എന്താ പറയാ, പേരെന്താന്നറിയോ, മുത്തുമാമന്റെ പേരെന്താറിയോ, മുത്തലി അല്ല സോറി അരിമുത്തു. പിന്നെ പാപ്പമ്മന്റെ പേരെന്താ, വീരാൻകുട്ടി എന്നല്ലേ? വീരാൻകുട്ടി. പിന്നെ ബഷമാമന്റെ പേര് വിഷ. എന്നിട്ട് എന്താ വെച്ചാല് പിന്നെ ആ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കഴുത്തിൽ നിർത്തിയിട്ടേ ഉണ്ടായിരുന്നില്ല ഗൈസ്. ഞാൻ കരയേനായിരുന്നു. നമുക്കാണെങ്കിൽ വേദന സഹിക്കാനുള്ള ഇതുണ്ട് ഗൈസ്, എനിക്കാണെങ്കിൽ അതൊന്നുമില്ല ഗൈസ്. പിന്നെ എന്താ വെച്ചാല് എനിക്ക് വേദന ഗൈസ്, അതാ പ്രശ്നം. വേദന പിന്നെ ഈ കാലിന് വേദന ഇല്ലാണ്ടായി ഗൈസ്. ഈ കാലിന് മാത്രമായിട്ടോ, ഈ കാലിന് മരവിച്ച് അത്രയും ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചാൽ കാല് ഇങ്ങനെ മറിയും. അപ്പോൾ നേരാക്കി വെക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ അളക്കാൻ വരും ഗൈസ്. ഇങ്ങനെ നിർത്തി വെക്കണം പറയും. എന്നിട്ട് ഒരു കാലിൻ്റെ ഒഴിയപ്പോഴത്തെ വെള്ളം ഇതാക്കിയിട്ട് ഒരു ഗ്ലൗസിൽ നിറച്ച് വെള്ളമാക്കിയിട്ടില്ല അമ്മ അങ്ങനെ വെച്ചിരുന്ന്. എന്നിട്ട് കാലിങ്ങനെ നിവർത്തിയിട്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടി പറഞ്ഞു ഗൈസ്. വെക്കാൻ വയ്ക്കണ്ടേ, വയ്ക്കാൻ പറ്റാണ്ട് എത്ര വേദന സഹിച്ചിട്ടുണ്ടെന്നുണ്ട് ഗൈസ്. സഹിക്കാൻ പറ്റാത്ത വേദനകൾ ഒരുപാട്
പറ്റാണ്ട് കുറേ ആയിട്ടുണ്ട് ഗൈസ്. ഞങ്ങളുടെ അപേക്ഷയാണ് നിങ്ങളുടെ ഗൈസ്. ഇതാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അല്ലേ? ഒരു ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ട് ചെയ്യരുത് ഗൈസ്. ഡോക്ടർമാർ പറഞ്ഞാലും നമുക്കത് ചെയ്യുന്ന ഒരു ഉറപ്പുണ്ടെങ്കിൽ ശരിയാവുന്ന ഒരു ഉറപ്പ് നമുക്ക് വേണം ഗൈസ്. അവർ നമ്മൾ പറ്റിക്കും ഗൈസ്. എത്ര പൈസ പറഞ്ഞാലും നീ ഒരു ഇത് കണ്ടോ? ബേബി മെമ്മറിയില്ലേ ഒരു കുട്ടീനെ എന്തോ ചെയ്തിട്ട് ചുണ്ടിൽ മുറിയായിട്ട് ആ കുട്ടിയെ കൊന്നു. ഏത് ഡോക്ടറുടെ പഴമാണത്? അവരൊക്കെ തട്ടിപ്പാണ് ഗൈസ്. നല്ല ചിലവരെ കേട്ടോ, എല്ലാവരും ചിലർ നല്ലതായിരിക്കും. നമ്മുടെ ഇംഗ്ലീഷ് ഡോക്ടർ അങ്ങനെയാണോ? നല്ല അവർ നല്ലതായിട്ട് ഏറ്റവും കൂടുതൽ നല്ല ബെസ്റ്റ് ഡോക്ടർ എന്ന് പറഞ്ഞത് ഇംഗ്ലീഷ് ഡോക്ടറൊക്കെ. അടിപൊളി. ഞങ്ങളുടെ രണ്ടാമത്തെ അള്ളേനത് അല്ലേമ്മ? അതാണ് പറയാ ഗൈസ്. ഒരിക്കലും വളവ് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടും ഇതൊക്കെ എന്റെ കാര്യം. ഇത് ഒരു പ്രശ്നക്കാരനാണ് വളഞ്ഞത് അല്ലേ? ഈ കാര്യമൊക്കെ ഗൈസ് ഇപ്പൊ നമുക്ക് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നേരെ കണ്ടോ? നിൽക്കണ്ട. എന്റെ കാര്യം ഉണ്ടോ ഗൈസ്? ഇതൊക്കെ നല്ല നേരെ നിക്കണുണ്ട് ഗൈസ്. ഇതൊക്കെ ഓപ്പറേഷൻ ചെയ്ത് സെറ്റ് ആക്കിയതാ. എന്റെ ഇവിടെ കമ്പി ഉണ്ട്, ഇവിടെയും കമ്പി ഉണ്ട്, ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ ഒരു കമ്പി ഉണ്ട് ഗൈസ്. ഇമ്മ നടക്കാൻ തുടങ്ങിയപ്പോ ഗൈസ് ആ ഡോക്ടറിന് കണ്ണെന്ന് വെള്ളം അത്രയും സന്തോഷം. ഈ റുബി ഒരു വട്ടം പോലും നടന്നിട്ടില്ല. നടന്നിട്ടൊക്കെ ഉണ്ട് ഗൈസ്. അവളുടെ കയ്യിൽ രണ്ടുപേരും പിടിച്ചു കഴിഞ്ഞാൽ അവൾ അന്ന് നല്ല നടന്നിരുന്നു. ഇപ്പൊ തീരെ പറ്റില്ല. അവൾക്ക് തടി വെച്ചിട്ടേ അവൾക്ക് നടക്കാൻ കഴിക്കില്ല. ഇനിയിപ്പോ കുറക്കാൻ വെച്ചിട്ട് എനിക്ക് നടക്കാനും പറ്റില്ല, എനിക്ക് നിൽക്കാൻ പോലും ഇപ്പൊ പറ്റില്ല ഗൈസ്. നാളെ തൊട്ട് ഡയറ്റാണ്. എന്താ വെച്ചാല് ഉമ്മ പറഞ്ഞു എനിക്ക് ഇങ്ങനെ തടി കൊടുക്കണം. ഇപ്പൊ അത് തീരെ എടുക്കാൻ വയ്ക്കണ. ഇപ്പൊക്കെ ഇങ്ങനെ വേദന നമുക്കില്ലേ എന്താ വെച്ചാല് എന്റെ ഉപ്പാക്ക് ക്യാൻസർ ആണ് ഗൈസ്. എന്താ വെച്ചാല് 2025 ഗൈസ് ഉപ്പാക്ക് ക്യാൻസർ ആണ്. ഇപ്പൊ നല്ല സിഗരറ്റ് വലിച്ചിരുന്നു. 2024 ക്രിസ്മസിന്റെ അന്ന് ന്യൂ ഇയറിന്റെ അന്നായി പറഞ്ഞു അല്ലേ? ന്യൂ ഇയറിന്റെ അന്നാണ് ഗൈസ് പറഞ്ഞത്. 24 എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. മൂത്തല്ലേ ഇപ്പൊ നല്ല സിഗരറ്റ് വലിച്ചപ്പോ വന്ന ഗൈസ്. ഒരിക്കലും നിങ്ങൾ ആരും സിഗരറ്റ് വലിക്കരുത് ഗൈസ്. വലിച്ചാൽ നമുക്ക് നല്ല ഇടങ്ങാറ് തന്നെ തോന്നുന്നത് ഗൈസ്. അത്രയും ഇടങ്ങാറായിട്ടുണ്ട്. എന്നുവെച്ചാല് ഇപ്പൊ പറയാൻ പറഞ്ഞു ഒരിക്കലും എന്റെ വാപ്പ പിന്നെ വലിക്കൂലേ അല്ലേ? വലിച്ചു. ഞാൻ കണ്ടന്ന് സ്കൂളില് ഞാൻ നല്ല ആറി പഠിക്കുമ്പോഴാണ് ഇപ്പൊക്കെ ക്യാൻസർ ആയി എന്ന് പറഞ്ഞല്ലേ? RCPയില് പോകണം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാനൊന്ന് കുറച്ച് ചെറുതായിരുന്നു അല്ലേ? എനിക്ക് 15 വയസ്സായി. അങ്ങോട്ട് ഇപ്പാനങ്ങോട്ട് ഇവിടെ 3 ഓട്ടം ഉണ്ടാക്കിയിട്ട് ആയിക്കൂടെ കറണ്ട് വിട്ടു അല്ലേ? എന്നിട്ട് ഉപ്പാന്റെ കണ്ണിന് വെള്ളം വന്നിട്ട് ഇമ്മക്ക് തങ്ങടിയിട്ട് പുറത്തു പോയി. അങ്ങനെയല്ല ഉണ്ടാവുക. ഇപ്പൊ എന്റെ അവിടെ ഇങ്ങനെ തുടച്ചിട്ട് കൊറേ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടത്ര ഗൈസ്. പിന്നെയാണെങ്കിൽ ഇപ്പൊ അന്ന് ഈ ഇങ്ങനെ റേഡിയേഷൻ ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോ ഞാൻ ചോദിച്ചു ഇപ്പൻ്റെ അടുത്ത് എന്താ അപ്പൊ അത് ചോദിച്ചു. ഇപ്പൊ ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ അങ്ങനെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇപ്പൊക്കെ ഇങ്ങനെ ആയിരുന്നു. ഞാൻ അപ്പോഴൊക്കെ എൻ്റെ മാമാൻ്റെയും മുത്തുമാൻ്റെ വീട്ടിലൊക്കെ ഞാൻ തട്ടിമറിച്ച് കളിക്കുന്നത് തന്നെ. എല്ലാവരുടെ വീട്ടിൽ പോയി അതെന്താന്ന് അറിയാ? വീട്ടില് ഇവര് ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഇപ്പൊ എന്റെ RCP പോകുമ്പോ എന്നെ റുബിത്താത്തനും വീട്ടില് നിർത്തുക ചെയ്ത അല്ല ചെക്കപ്പിന് പോവാണെങ്കിൽ ഞങ്ങൾ ഒറ്റക്ക് നിൽക്കും. ഇനി നോക്കുകയൊക്കെ ചെയ്യും ഗൈസ്. അവളെല്ലാം ചെയ്തു തരും. അപ്പൊ അങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യുക ഗൈസ്. നിങ്ങൾക്കൊരു കാര്യം നിൽക്കണം. എന്റെ മിണ്ടാത്തതല്ലോ ഇവരുള്ള സമയത്ത് ഞങ്ങൾ നോക്കൂല. ഇവർ ഇവിടുന്ന് പോവാണ് നോക്കാം അമ്മയെ നോക്കും. പക്ഷെ ഞാൻ മിണ്ടാത്തനും ചെയ്തില്ല. ഞങ്ങൾ വികൃതിയാണ്. പക്ഷെ ഞാൻ ഈ RCP പോകുമ്പോ മറ്റന്നാ പോവുകയാണല്ലേ? മറ്റന്നല്ല 23 പോവാണ് ഗൈസ്. അപ്പൊ ഗൈസ് ഞങ്ങൾ പിന്നെണ്ടല്ലോ ഗൈസ് ഇപ്പൊ എന്റെ പെട്ടെന്ന് മാറാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ചെയ്യാൻ കേട്ടോ. ഇപ്പൊ അത് മാറി ഗൈസ്. പക്ഷെ ഇപ്പൊക്കെ ചെക്കപ്പ് ഉണ്ട് എന്നും അല്ലേ? 6 മാസം കൂടുമ്പോ പോകണം ഗൈസ്. 23 പോവാണ്. ഇപ്പൊക്കെ ഒരു പ്രശ്നമല്ല പറയാന്. പക്ഷെ ഗൈസ് എനിക്ക് സങ്കടമാണ്. ഇപ്പൊക്കില്ല ഇടക്കിടക്ക് വായില് എന്തോ പത പോലെ വരികയല്ലേ? പതയല്ല പുണ്ണ് പോലെ വരും. എനിക്ക് പേടിയ വീണത് അതാണ് ഉമ്മ. പിന്നെ ഈ ഇപ്പഴാണ് ബ്ലോക്ക് വന്നു. ഇപ്പൊക്ക് ബ്ലോക്കും വന്നു ഗൈസ്. എന്നിട്ട് ഇപ്പൻ്റെ ഇവിടെ എന്താണ് ആൻജിയോപ്ലാസ്റ്റിയില്ലേ? ആൻജിയോപ്ലാസ്റ്റി ചെയ്തു കൈ കൂടെ ക്യാമറ കടത്തി വിട്ടിട്ട് അല്ലേ? ഉമ്മല്ലേ പറഞ്ഞു.
ഇപ്പൊ നമുക്ക് നിർത്താം എന്താ പോലെ സങ്കടം വരാം വേണ്ട. എന്നിട്ട് ഗൈസ് അതൊക്കെ തട്ടിക്കളയാം ഒരു മിനിറ്റകത്ത്. അല്ല ഇരുന്നോട്ടെ, ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്കല്ലേ അറിയൂ, നിങ്ങളുടെ പറയുന്നത്. പിന്നെ പക്ഷെ നിങ്ങളാരും സങ്കടപ്പെടുന്നു ചെയ്യണ്ട ഗൈസ്. ഇതില്ല അത്ര ഗൈസ്, വേറെന്തോ അത്ര ചെയ്തത്. പിന്നെ ഗൈസ് ഞാൻ വാപ്പൻ്റെ കാര്യം വിടാൻ എനിക്ക് സങ്കടമാണ്. എനിക്ക് അങ്ങനത്തെ കേൾക്കുമ്പോൾ കരി കീറും. കലിയല്ല ഗൈസ്, എനിക്ക് ഡിപ്രഷൻ അടിക്കും. പിന്നെ ഞാൻ ഇരിക്കേണ്ടി വരും. അക്കൗണ്ട് നമുക്ക് കട്ട് ചെയ്യാം. അത് ഇന്നോട്ട് വീഡിയോ ചെയ്യുന്നുണ്ടല്ലേ. എൻ്റെ കഥ പറയുന്നത് ഈ പാവത്തിൻ്റെ ഞാൻ ചെറിയ പൈതലാവുമ്പോഴാണ്, ഒരു വയസ്സിലല്ലേ 1 ഏജ് ആകുമ്പോഴാണ് എനിക്ക് സർജറി ചെയ്യാൻ തുടങ്ങിയത്. എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഫസ്റ്റ് ഏത് കൈ ചെയ്യേണ്ടി ചോദിച്ചപ്പോൾ ഞാൻ ഏത് കൈ എന്നല്ല പറഞ്ഞേ, ഇതേതാ കൈയമ്മ, വലുത കൈ ഇടത കൈയാ, പോലും അറിയില്ല വെറുതെ കാട്ടാണ്. ഇത് വലുത കൈ, ഇത് ഇടത കൈ. ഇടത കൈ ചെയ്യണം. എൻ്റെ സതീഷ് സാറിനല്ല, എന്താ ഹിതേഷ് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞേ. ഹിതേഷ് ഡോക്ടർ ചോദിച്ചില്ലേ, നമുക്ക് ഓർമ്മല്ലേ. എന്നിട്ട് ഞാനപ്പോൾ ചെറിയ കിട്ടുമ്പോൾ ഈ കൈ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങോട്ട് ഈ കൈ ഇങ്ങോട്ട് അയാൾ ആ ഡോക്ടർ അങ്ങനെ കെട്ടിയിട്ട് ഇതൊരു കെട്ടി നോക്കുക. ഞാനപ്പം ഇവിടുത്തെ എൻ്റെ കൈ മുറിച്ചറിഞ്ഞോ, ഞാൻ അറിയിച്ചതാ. ഫസ്റ്റ് സർജറി ചെയ്യുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ എന്താ പറഞ്ഞില്ലേ, ഡോറ ബുജി, ടോം ആൻഡ് ജെറി ഒരു കാർട്ടൂണൊക്കെ വെച്ചിട്ടാണ് ഇറക്കിയത്. ഉറക്കല്ല മയക്കി കടത്തിയത്. ഇബാ നോക്ക് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കാണുമ്പോൾ അങ്ങനെ പോകുന്നു ഗൈസ്. ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ ഉറങ്ങിയിരുന്നു നീ? ആ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ ടോം ആൻഡ് ജെറി കാർട്ടൂണൊക്കെ കണ്ടുപോകുന്നു. അപ്പോഴും ഇവള് സർജറി ചെയ്യാണ്ടായിരുന്നു. അപ്പുറത്തെ ബെഡിൽ ഇവള്, ഇപ്പുറത്തെ ബെഡിൽ ഞാൻ. ഒരുമിച്ചായിരുന്നു കൈസ് കയറ്റിയത്. അപ്പോഴൊക്കെ പോകുമ്പോൾ നമ്മുടെ കൂടെ മേമയും തുമ്മിത്തൊക്കെ വരും. എല്ലാവരും കുഞ്ഞുമുത്തുമ്മയും വന്നിരുന്നു അല്ലേ? ആരൊക്കെ വന്നിക്കണം? കുഞ്ഞാലും മുത്തുമ്മയും വന്നിട്ടുണ്ട്. ഇല്ലല്ലോ ഇല്ലല്ലോ. പിന്നെ പറഞ്ഞു കൊടുക്കുക. പിന്നെ ആർക്ക് വന്നിക്കണം? പിന്നെ ബഷീർ മമ്മി ഷമീർ മമ്മി വന്നിട്ടുണ്ട്. അവർക്ക് പറയേണ്ട ഞാൻ ഡിപ്രഷൻ അടിക്കാൻ പറ്റി. പിന്നെ ആരാ നിൽക്കണമെന്ന് അറിയില്ല കേട്ടോ, ഓർമ്മയില്ല. പിന്നെന്താ പറയാ അമ്മ, ഞങ്ങള് ഫസ്റ്റത്തെ ഓപ്പറേഷന് ഞങ്ങളുടെ മാമമാരും അമ്മമാരും എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു കൈസ്. എല്ലാരും ഞങ്ങൾ സുമോ വണ്ടിയിലായിരുന്നു കയറി. എന്ത് വണ്ടിയാ? അന്നത്തെ ഒരു വണ്ടി. അപ്പൊ ഇത് വിളിക്കണ്ടേ, എന്തായാലും പറയാ ബെൻസോ BMW ആണോ? അപ്പോഴാണ് ദേശത്തോട്ടാണ് വിചാരിച്ചോ നമ്മൾ പൈസക്കാരാണെന്ന്. നമ്മൾ എല്ലാവരും ചോദിക്കുമ്പോൾ നിങ്ങൾ പൈസക്കാരെ പറയുമ്പോൾ അങ്ങനെ കാട്ടി മതി. നമ്മളില്ലാത്തവരാണ് പറയുമ്പോൾ ഇല്ലാത്തവർ നമ്മൾ ഉണ്ട് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇനി ബാക്കി എന്താ? എന്നിട്ട് കഴിച്ചു ഇത്രയും സർജറി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എൻ്റെ സർജറി ചെയ്യുന്നത്. എന്നിട്ട് എൻ്റെ ഈ പൊട്ടത്തരം കേട്ട തല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. ചെറുപ്പശ്ശേരിയിൽ നിന്ന് ഒരു ആദിത്യയോട് പറഞ്ഞ ഡോക്ടർ, ആദ്യത്തെ തന്നെ ഞാൻ പറയും, പേരെന്നെ ഞാൻ പറയുള്ളൂ. സാറ് ഞാൻ പറയില്ലമ്മ, ഡോക്ടർ ഞാൻ പറയില്ല. അയാളെ വെറുപ്പുണ്ട് ഉമ്മ. അത്രയും സമയമുണ്ട്. ഈ കൈയൊന്നും നോക്കുക കണ്ടോ, ഒരു കൂട്ടുകാരൻ്റെ പോലും കാണിക്കാൻ പറ്റാത്ത കൈയായി നോക്ക് കണ്ടോ. സി പോലെ ആയിക്കണു. കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കാൻ കൈ സി അങ്ങനെ ആയിക്കണു. കണ്ടോ ഇവിടെ സി പഠിക്കാൻ നമുക്ക് അടുത്ത കുട്ടിക്കാണെങ്കിൽ പഠിക്കാൻ കൊടുക്കാൻ അങ്ങനെ തമാശ. എന്നിട്ട് എന്താ സി പോലെ ആകിയ ഡോക്ടറെ ദൈവം ചെയ്ത് ഒരു കുട്ടികൾ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഞാൻ ഒന്നും പ്രാഗോട്ട് ഞാൻ പറയാൻ ഇല്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഞാനത് പിന്നെ എന്തെങ്കിലും ആവും അല്ലേ. എന്നിട്ട് അയാൾ എൻ്റെ അടുത്ത് നിന്ന് ഞങ്ങളുടെ അടുത്ത് നിന്ന് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ക്യാഷ്, ഡോക്ടർ ഫീസ് ഒന്നും വാങ്ങിയിട്ടില്ല. അയാൾക്കൊരു ലക്ഷ്യം ഉണ്ടാവും, ഇങ്ങനെ നടക്കുക, കുട്ടീനെ പരീക്ഷിച്ച് നോക്കുക, കുട്ടിക്ക് പറ്റിയത് നിങ്ങൾക്കൊരു വിഷയമല്ല വെച്ചിട്ടില്ലേ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ സർജറി ചെയ്തപ്പോൾ ഇവന് നല്ല ടെൻഷനായിട്ട് എന്തൊക്കെയോ ടെൻഷൻ എനിക്ക് പ്രാന്ത് തല ചുമരിലേക്ക് അടിക്കായിരുന്നു. എനിക്ക് ടെൻഷൻ കയറുക. എൻ്റെ ഞാൻ മണിപ്പാലം ചെയ്യുമ്പോൾ എനിക്ക് ഒരു പേടി ഉണ്ടാവില്ല. പേടി ഉണ്ട്, ഇപ്പോഴത്തെ ഓപ്പറേഷൻ ഞാൻ ജീവിക്കുമോ ഒക്കെ ഞാൻ കളിച്ചൊക്കെയുണ്ട്. പക്ഷെ അതിൻ്റെ മെയിൻ്റെ ഞാൻ അങ്ങനെ വിടില്ല. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കളിക്കാൻ പോകണം അങ്ങനെയൊക്കെ ഞാൻ മെയിൻ്റെ കയറുക. അങ്ങനെ കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഞാൻ പിന്നെ പഠിച്ചോനെ ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ നീ പുറത്ത് തന്നെ വന്നിട്ട് ഞാൻ പോകുന്നു. ഭയങ്കര തെറ്റാണ് എനിക്ക് പേടിയായിട്ടാണ്. എന്നിട്ട് എന്താ പറയാമെന്ന് ഈ ഞാൻ പറഞ്ഞില്ല ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തില്ലേ എൻ്റെ മേത്ത് കുറേ വയറുകൾ വെച്ചേക്കുക.
ഈ ഡോക്ടർമാര്. എന്നിട്ട് ഈ കഷത്ത് തരിപ്പിച്ചിട്ട് സൂചി വെച്ചിട്ട് തരിപ്പിച്ച് മൊത്തം ചത്തോലെ കൈ തുറന്നിട്ട് പോലും മനസ്സിലായിരുന്നില്ല. അതറിയാൻ പറ്റില്ല. ആ അനസ്തേഷ്യ തന്നിട്ടില്ല അവര്. ഇമ്മത് പറഞ്ഞില്ലേ അനസ്തേഷ്യ കൊടുക്കില്ല, കൈ തരിപ്പിക്കുക. എന്താന്നറിയാ ഗൈസ്, കമ്പി പുറത്തിക്കിടാൻ എടുക്കാനാണ്. എന്നെ തല ഇങ്ങനെ തിരിച്ചിട്ട് അവർ ഈ ഭാഗത്ത് സർജറി ഉണ്ട്. ഞാനൊരു ചേച്ചിന്റെ സംസാരിക്കുന്നുണ്ട് ഇപ്പോഴും. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നീ സംസാരിക്കാൻ പോടി. ആ എന്തൊക്കെ എനിക്ക് മൈൻഡിൽ അങ്ങനെ വരുന്നേ. പിന്നെ ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ മയങ്ങണുണ്ട് ഇടക്ക്. മയക്കെന്ന് പറയുമ്പോൾ ഇപ്പം മാർക്ക് ചെയ്യൂട്ടോ, ഇപ്പൊ കഴിയൂട്ടോ, അപ്പൊ പറയുന്നുണ്ട്. മനസ്സിലാവണ്ടേ? സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ആ സംസാരിക്കണ്ടായിരുന്നു. സംസാരിക്കണ്ട കണ്ടിരുന്നപ്പോ പുറത്തേക്ക് വന്നപ്പോ സംസാരിച്ചു. എന്നിട്ട് മുത്തുമാമ എല്ലാം കാഴ്ച കാണാൻ നിൽക്കുന്നു. എന്താണ് എടുത്തപ്പോ കുഞ്ഞപ്പോ മുത്തുമാമ എന്താണ് എന്റെ ചോദിച്ചൊരാളാണ് വ്യക്തി മുത്തുമാമ. എല്ലാരും ഞാൻ നോക്കിക്കുക എന്തോ കളിയനെ പോലെ. എന്നിട്ട് നേരെ ഐസി കൊണ്ടേ ഇട്ടു. എന്നിട്ട് ഈ പണ്ടാരങ്ങൾ എന്താ ചെയ്തിരുന്നു? തിന്ന നീയ കൂടിട്ടോ തിന്ന. മനസ്സിലവിടെ ഐസിയിൽ കിടന്ന് വിശന്ന് ചത്ത് കിടക്കുക, ഇവരവിടെ തിന്ന് കിടക്കുക. ഞാനപ്പോഴേ പഠിച്ചോനെ കാണിച്ചു തരാം ഇവരെ കൊണ്ട് ഞാൻ വണ്ടി നീ പഠിപ്പിക്കുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചതാ. എന്നിട്ട് എൻ്റെ പാവമായ മിസ്സിരുത്താത്ത എന്താണ് ചെയ്തെന്ന് എനിക്ക് നല്ല കപ്പി ബിരിയാണി കൊണ്ടുവന്നു. കപ്പി ബിരിയാണി നല്ല ടേസ്റ്റായിരുന്നു കഴിച്ചു. എന്നിട്ട് അതൊക്കെ കഴിച്ച് ഇങ്ങനെ ആക്കി ഞാൻ പോയി അവിടുന്ന്. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഈ ഡോക്ടർമാർക്ക് തെറ്റ് വന്ന അബദ്ധം നമുക്ക് മനസ്സിലായോ? എൻ്റെ കയ്യില്ലേ ഉണങ്ങിയിട്ടില്ല സംഭവം. സ്റ്റിച്ച് ഉണങ്ങാതെ ഇതുണ്ടോ അവർ ചെയ്ത സർജറിയാണ്. ഈ സർജറി അവരുടെ അബദ്ധത്തിൽ ഇവിടെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ കൈ ഇങ്ങനെ മടക്കുമ്പോൾ ഈ ഇവിടെ കമ്പി കുത്തിയത് അല്ലേ ഇങ്ങനെ ആക്കുമ്പോ ഈ തോലി ഇങ്ങനെ പൊന്തിയിട്ട് കമ്പി ഇങ്ങനെ കുത്തുക. എങ്ങനെ കുത്തി എന്നിട്ട് മണിപ്പാലിന് ഓപ്പറേഷൻ ചെയ്യുമ്പോ ഇവിടുന്ന് ചെല്ലും പറയാൻ തുടങ്ങിയില്ലേ ഓർത്തോ? അത് ചോരം വന്നിരുന്നു അന്ന്. എന്നിട്ട് ഇവിടുന്ന് സ്റ്റിച്ച് ഊരി. 2ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഞാനും ഉമ്മ കുളിക്കാൻ കയറി. ഇമ്മനെ കുളിപ്പിച്ചിട്ട് അമ്മ കുളിക്കാറുള്ളൂ. ഞാൻ കുളിക്കാൻ അല്ലല്ല ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ കുളിക്കാൻ കയറി, ഈ കൈ കൂട്ടുന്നു. അപ്പൊ ഈ തോലില്ലേ ഞാൻ തോർത്തിയപ്പോ അറിയാതെ അവിടെയും തോർത്തില്ലേ. നമുക്ക് ഓർമ്മ ഉണ്ടോ? അപ്പൊ തൊട്ടാണ് പഠിച്ചോനെ ഒരാഴ്ച വരെ എൻ്റെ കയ്യൊന്നും ബ്ലീഡിങ് പോയിട്ടുണ്ട് അല്ലേ. ഇമ്മ ഓലെ തെറ്റിത്തരും, എന്താ കവർ ചെയ്ത് തരും. അതൊക്കെ ചോര മുങ്ങിക്കഴിഞ്ഞാ ഞാൻ ഊരും. അതാകുമ്പോ ഞങ്ങളപ്പ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് ഞങ്ങൾ ഏതായാലും സിനിമ കാണാൻ പോയത് വെളിച്ചം ആ പാട്ടില്ലേ? അയ്യോ ഉമ്മക്ക് ഓർമ്മ ഉണ്ടോ? എന്താണ് തടക്കോ അല്ല എന്താണ് കളങ്കാവൽ കാണാൻ പോയ സമയത്ത് സിനിമ കഴിഞ്ഞു. എനിക്ക് എന്തൊക്കെ ലീക്കാണ പോലെ തോന്നുന്നുണ്ട്. എനിക്ക് ലീക്കാണ പോലെ എന്തോ തോന്നി. ഞാനിപ്പോ ആ സമയത്ത് സിനിമയെ ഞാൻ കട്ട് ചെയ്തിട്ട് ഓടുന്നത് ഞാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനപ്പോ ആ പിക്കർസിനെ കവറൊക്കെ പൊട്ടിച്ച് കളയുണ്ടായിരുന്നു. എന്നിട്ട് എന്താ സിനിമ കഴിഞ്ഞപ്പോ ഞങ്ങൾ നോക്കിയപ്പോ മൂത്തക്ക് ഒറ്റ ചീറ്റല്. എന്നിട്ട് അപ്പുറത്ത് മോളത്താത്തുണ്ടായിരുന്നു എൻ്റെ കസിനെ പറഞ്ഞു താത്ത. എന്നിട്ട് എന്നെ എടുത്ത് ഓടി മിനു. എന്നിട്ട് അടിയൊക്കെ എത്തിച്ചിട്ട് എന്നെ അവിടുന്ന് എൻ്റെ കസിന് ആപ്പിൾക്ക ടിഷ്യൂ ഒക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ഞാൻ പൊടിച്ചിരുന്നു. എന്നെ എടുത്തിട്ട് ഓടി തച്ചൻ പറയുന്നത് സ്റ്റിച്ച് ഇടുന്ന ഡോക്ടറെ ചോദിച്ചപ്പോൾ ഇത് സ്റ്റിച്ച് എന്ന് പറയുന്നതാ, ഞാനിത് നല്ല ടേപ്പിട്ട് ഉറപ്പിച്ച് തരാറുണ്ട്. എന്നിട്ട് ഒരാഴ്ച 2 ദിവസം ഇട്ടപ്പോൾ അത് ശരിയായി മൂടി. അങ്ങനെ കുറച്ച് ദിവസം ഒരാഴ്ച വരെ നിന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇതിൽ ലീക്കാണ് പെണ്ണിന് തോന്നി. തൊട്ടുമ്പോൾ വെള്ളം പോലെ തോന്നുക. അതൊന്നും ഞാൻ കാര്യമാക്കിയില്ല. പിന്നെ പുലർച്ചെ 3 മണിക്കില്ലേ അങ്ങനെ തൊടുമ്പോൾ അതിലൊരു പായൽ പൂപ്പൽ വരുന്നത്, ഒരു ഇറച്ചിങ്ങനെ വരിക. കുറച്ച് ഞാൻ അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ അറിയില്ലായിരുന്നു. ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടുന്ന് വെള്ളക്കളർ കാണും. ഞാൻ വിചാരിച്ച എല്ലായിടുന്നു പടത്ത് തമ്പുരാനെ ജഡ്ജന് റബ്ബേ പറഞ്ഞേന്. ഇങ്ങോട്ട് ഇപ്പൊ നല്ല ഉറക്കാം. അപ്പൊ ഒന്നും അറിയണ്ട. ഇപ്പൊ സ്മൂത്തായിട്ട് നല്ല പാമ്പോരം ഉറങ്ങാം. ഇപ്പൊ നീ പറഞ്ഞില്ലേ നീ നല്ല വേദനിച്ചെന്ന്. ഞാൻ വേദനിച്ചിട്ടില്ലേ? ഞാൻ വേദനിച്ചിട്ടില്ലേ? നല്ല വേദന സഹിക്കാൻ ചിക്കൻ എന്നിട്ട് ഉമ്മക്ക് ഉമ്മ ഇത് നോക്ക് ഉമ്മ ചിക്കന് വിരലൊക്കെ വരും പറഞ്ഞു. അപ്പോൾ ഉമ്മൻ്റെ കയ്യിൽ ഓടി. ഉമ്മൻ്റെ കയ്യിൽ പോയി.
ഉമ്മ കരയാൻ തുടങ്ങി. എന്നിട്ട് ഇപ്പം ഞാൻ പേടിക്കണം കേട്ടോ, എൻ്റെ കുട്ടി കൊന്നില്ല കേട്ടോ എന്നിട്ട് എന്നെ കടത്തി ഇറക്കി. എന്നിട്ട് രാവിലെ തന്നെ ഞാൻ നീച്ചു. മനുഷ്യനെ ഉറക്കം കിട്ടണ്ടേ, ഫോണിൽ കളിക്കാനും തോന്നുന്നില്ല, ഒന്നും ചെയ്യാനും തോന്നുന്നില്ല. പക്ഷേ എൻ്റെ കൈ മുറിച്ചോളയോ. എന്നിട്ട് ഈ ഡോക്ടർ പണ്ടാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഈ ഡോക്ടറെ അടുത്ത് പോയി. എന്നിട്ട് ഡോക്ടറെ അടുത്ത് ഞങ്ങൾ കയറി. ഡോക്ടർ എന്താ പറഞ്ഞേ, എനിക്ക് ഞാൻ നോക്കുക, കുഴപ്പമില്ല. ഫസ്റ്റ് ഞങ്ങൾക്ക് പറഞ്ഞു കമ്പി ഇടാതെ ശരിയാണ്. എന്തായാലും ഉമ്മ കമ്പി ഇടാതെ എന്തായാലും റുബി എനിക്കറിയില്ലടാ കമ്പി ഇമ്മ പറയ്. 5 കൊല്ലം വരെ നിൽക്കുന്നു കമ്പി. ആ അത് ഞാൻ മറന്നുപോയി. 5 കൊല്ലം നിക്കണ കൈ 1 മാസം പോയി നിന്നില്ല അല്ലേ, ഒരാഴ്ച തന്നെ പുറത്തേക്ക് കമ്പി വന്നത്. എന്നിട്ട് അയാൾ പറഞ്ഞു ഈ കയ്യില് കമ്പി സ്ഥിരാവാണ്ട് ഞങ്ങൾ ഇട്ടിക്കണ പിൻ ചെയ്യുന്നില്ലേ. ഏത് എവിടെ നമ്മൾ ചെയ്യും സർജറി, ഈ കൈ നിങ്ങൾ നോക്ക്. നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ സങ്കടമായില്ലേ, കാര്യം കരയുന്നുണ്ടോ ഈ വീഡിയോ കണ്ടിട്ട്. എന്നിട്ട് എന്താ ഈ ഡോക്ടർ പറഞ്ഞു ഈ കൈ നമുക്ക് പിന്നെ സർജറി ചെയ്യാന്ന്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും ഗൈസ്. ഇനി എത്ര ആൾക്കാരുന്ന് കടമായി. എനിക്ക് അന്ന് 2 മാസം അടുപ്പിച്ച് എനിക്ക് സർജറി ചെയ്തു. ഒന്ന് മണിപ്പാലിൽ സർജറി ചെയ്തു. ഇങ്ങനെ ചെയ്താ ഇവയ്ക്ക് പറ്റില്ല എന്നാ ഡോക്ടർ പറഞ്ഞു. ഞാൻ ചത്തുപോയ പിന്നെ ആർക്ക് കുട്ടീണ്ടാവും, എൻ്റെ അമ്മക്കും പൈതലുണ്ടാവല്ലേ. അപ്പൊ ഉടിക്കായിരിക്കും മിനുക്കൊക്കെ എൻ്റെ കണ്ടിഷ്ടം എന്നെ. അങ്ങനെ പെൺകുട്ടികളില്ലേ ചെടികളെ. എന്നിട്ട് എന്താ ഈ ഡോക്ടർ നമുക്ക് ഈ കമ്പി എടുക്കാം, പുറത്ത് വന്ന കമ്പി നൈസ് എടുത്ത് തരാമെന്ന്. അപ്പൊ എൻ്റെ കയ്യിൽ പോയി. എനിക്ക് പേടിയാകാൻ തുടങ്ങി, ഞാൻ കരയാൻ തുടങ്ങി. പറ്റില്ല സാർ ഡോക്ടറെ, ഞാൻ മൂത്തടിച്ച് പോലെ പറഞ്ഞു. പറ്റില്ല ഡോക്ടറെ എനിക്ക് പേടിയുണ്ട് പറഞ്ഞു. ഇപ്പം നീ എന്താ ഇത്രയും നടന്നിട്ട് നീ എന്താ കൂളായിരിക്കുക പറഞ്ഞിട്ട്. എന്നിട്ട് എന്താ ക്ലിനിക്കിൽ കയറിയപ്പോൾ ഡോക്ടർ കയ്യിലും എല്ലായിടത്തും ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട്, ബ്ലൗസ് അല്ല ഇതെന്താ പറയാ ബ്ലൗസില്ലേ അതൊക്കെ ഇട്ടിട്ട് മാസ്കും കണ്ണാടിയിട്ടൊക്കെ ഇട്ട് വരും. അങ്ങോട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് വലിച്ചിട്ടു. ഞാൻ അറിയില്ല, ഞാൻ മേടിച്ചു ചത്തുപോയിന്ന് വിചാരിച്ച്. എന്നിട്ട് ഡോക്ടർ പോവാ. എന്നിട്ട് അപ്പോഴും എൻ്റെ മിസിരിത്താത്തി ഇമ്മയും പൊട്ടത്തി വരെ നിൽക്കുക. ഞാൻ എന്താ ഞാനപ്പോൾ മരിച്ച് കിടക്കുന്നു. കാറിൽ ഇവളുണ്ട്, പുറത്ത് ഇവളുണ്ട്, അവരുണ്ട്. എന്നിട്ട് ഞാൻ നിൽക്കുക. ഇതുണ്ടായത് എനിക്കൊരു അറിയില്ല. ഇത് ബ്ലീഡിങ് അപ്പം തന്നെ നിന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കൈൻ്റെ കളറൊക്കെ മാറാൻ തുടങ്ങി. ഇവിടെയൊക്കെ മാറാൻ തുടങ്ങിയില്ലേ. ഇവിടെയൊക്കെ ഇതൊക്കെ ഈ കൈ 2 നോക്കാം. ജമ്മനെ കൈ ഇങ്ങനെയാണ്, ബട്ട് ഈ ഇവിടെ കുറച്ച് വെള്ളി ഉണ്ട് അല്ലേ, വെള്ളമുണ്ട്. പക്ഷെ ഇവിടെ കുറവാണ്. പക്ഷെ ഇവിടെ ബ്ലാക്കഡായി. എനിക്ക് ഓർമ്മ ഉണ്ടല്ലേ, ഇവിടെ മൊത്തം കറുവും. ഞാൻ കുളിക്കാത്തതുകൊണ്ടാണ് അത് കൈ ഓപ്പറേഷൻ ചെയ്തിട്ട് ഒരിച്ചേക്കാത്തോണ്ട് ചളി പിടിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. പുറത്ത് ഞാനില്ലേ എന്താ അപ്പം ചെയ്യേണ്ടത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ കൈ ഇങ്ങനെ അളക്കും. ഞാൻ പറഞ്ഞില്ല അന്ന് വീട്ടിൽ തുടച്ച് വരുമ്പോൾ എനിക്ക് കൈ ഇളക്കാൻ പറ്റില്ല. അപ്പം പറഞ്ഞില്ലേ കൈ നീണ്ടാ ശരിയാവുമെന്ന്. നീളമല്ലേ കണ്ടാലൊന്നും നീട്ട് വീളത്താൻ പറ്റൂലല്ലോ. കൈ കുഴക്കണവളേ അങ്ങനെ കുഴക്കാൻ പറ്റില്ലല്ലോ. ഇതാണ് നീളാനും പറ്റില്ല. എന്നിട്ട് ഞങ്ങൾക്ക് നല്ല സങ്കടമായി. എന്നിട്ട് എൻ്റെ അമ്മ ഒരു ഡിസ്റ്റൻസ് എടുത്തു, നമുക്ക് മണിപ്പാലിക്ക് പോവാം, അതാണ് നല്ല കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ മണിപ്പാലിക്ക് പോയി. ഡോക്ടർ നല്ല ചീത്ത പറഞ്ഞു. അതൊക്കെ എനിക്ക് എവിടെ എത്തണ്ട പറയും കേക്ക്. ഡോക്ടറെ അടുത്ത് പറഞ്ഞില്ല ഞങ്ങള്. ഡോക്ടറോട് പറയാണ്ട് അവിടുന്ന് വീണ് കൈ ഒടിച്ച് കമ്പി കുറച്ച് ചാടി അങ്ങനെ ചെയ്തിട്ടാ പറയുന്നത്. പിന്നെ ഞങ്ങൾ എന്താ പറയുക, ഇത് ഇങ്ങനെ ചെയ്തിട്ടാണ് ഞങ്ങൾ ചെയ്തിക്കണ പറഞ്ഞ ഡോക്ടറിനെ മനസ്സിലായി. നാട്ടിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വേണം വെച്ച് ചെയ്തത് അതൊക്കെ മനസ്സിലായി. ഡോക്ടർ നല്ലതാണല്ലോ, അതൊക്കെ അറിയാമല്ലോ അവർക്ക്. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു മിസ്റ്റർ ഹമീദ്, ഞങ്ങൾ നോണ പറയാൻ ഞങ്ങൾക്ക് മനസ്സിലായി. എൻ്റെ ബിച്ച് ഹോസ്പിറ്റൽ അങ്ങനെ ചോദിച്ചു. ബിച്ച് ഹോസ്പിറ്റൽ അങ്ങനെ പറയും. മെഡിക്കൽ ഞാൻ പറയാം എന്താണ് ഞാൻ പറയും. ആ ഹോസ്പിറ്റലിൻ്റെ പേരാണ് മാങ്ങോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലല്ലേ. അപ്പോൾ കേരള മെഡിക്കലാണ് കേട്ടോ, സോറി കേരള മെഡിക്കൽ കോളേജ് ഡാഷ് സ്കൂള് അല്ല ഡാഷ് ഹോസ്പിറ്റൽ സ്കൂള്. നിങ്ങൾക്കും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഈ ഡോക്ടർ ഞങ്ങളുടെ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്കിത്. അപ്പോൾ ഒരു സുലൈമാനോ ഇസ്ലാം പറഞ്ഞ ഡോക്ടറുണ്ടായിരുന്നേ, ഒരു വെളുത്തിട്ട് തൃശ്ശൂരുകാരൻ. അതന്നെ ഞാൻ പറഞ്ഞു വിറ്റ കണ്ടതില്. എന്നിട്ട് എന്താ എത്ര മിനിറ്റ് ആയിമ്മ, എത്രയായി? മതിയായി. പാർട്ട് 2 ആക്കിയാൽ നമുക്ക് ലോങ് ആയ പിന്നെ ആരെയും കാണോ അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
നെക്സ്റ്റ് Bye, വീഡിയോ guys. നാളെ അല്ലേ? എന്താ വെച്ചാൽ എനിക്ക് ഇരിക്കാൻ വയ്യ ഗൈസ്. ഇവിടെ ഇങ്ങനെ കഴിഞ്ഞില്ല ഇനി ഗൈസ്. ഇനി പറഞ്ഞാ ഇനിയുണ്ട് ഗൈസ്. ഞാൻ പറയാനുണ്ട്, നിങ്ങൾ വെയിറ്റ് ആൻഡ് സീ. ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.